എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2024 ചോദിച്ച ക്ലർക്ക് എക്സാമിൻ്റെ തമിഴ് മലയാളം നോയിങ്ങിലെ നമ്മൾ അതിലുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. GKയും സയൻസും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോളൂ. ഹൃദയസ്തംഭനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ആൻസർ ഡി ആണ്, മെഡുല ഒബ്ലോങ്കേട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ആൻസർ സി, ഡിഫ്തീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്? ആൻസർ എ ആണ്, തൈമോസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളിയോ എന്ന രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിൻ ഇവയിലേതാണ്? ആൻസർ ബി ആണ്, OPV. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 കിലോഗ്രാം മാസുള്ള വസ്തുവിന്റെ ഭൂകേന്ദ്രത്തിലെ ഭാരം എത്ര? ആൻസർ സി, 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏത്? ആൻസർ എ, പൂർണ്ണാന്തര പ്രതിപതനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത്? ആൻസർ ഡി, പാസ്കൽ നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വർണം ലയിക്കുന്ന അക്വാ റീജിയ ഏതൊക്കെ ചേരുന്നതാണ്? ആൻസർ എ, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയ മൂലകം ഏത്? ആൻസർ ബി, ഫ്ലൂറിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇരുമ്പിന്റെ അയിര് അല്ലാത്തത് ഏത്? ആൻസർ സി, ബോക്സൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ? ആൻസർ സി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം? ആൻസർ ബി, സംക്ഷേപ വേദാർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന കണ്ടെത്തി എഴുതുക. കുറിച്ച കലാപം, വേലുത്തമ്പി കലാപം, മലബാർ കലാപം, ചാന്നാർ ലഹള. ആൻസർ എ ആണ്, അതായത് വേലുത്തമ്പി കലാപം, പിന്നെ ഏതാണ്, കുറിച്ച് കലാപം, പിന്നെ ചാന്നാർ ലഹള, പിന്നെ മലബാർ കലാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ സ്വദേശീയ പ്രിന്റിംഗ് പ്രസ് ആയ സെന്റ് ജോസഫ് പ്രസിന്റെ സ്ഥാപകൻ? ആൻസർ ഡി ആണ്, മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വരിക വരിക സഹചരെ വലിയ സഹന സമരമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്കി പോകനാം. ദേശീയ ബോധം ഉണർത്തുന്ന ഈ വരികൾ രചിച്ചതാരെ? ആൻസർ ബി, അംഷി നാരായണപിള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏവ? ആൻസർ സി, കേസരി മറാത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലാഹോർ കോൺഗ്രസുമായി ബന്ധമില്ലാത്തത് ഏത്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. ആൻസർ ഡി ആണ്, അതായത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളത് ഇതുമായി, ലാഹോർ കോൺഗ്രസുമായി ബന്ധമില്ലാത്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വർഷങ്ങളും സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. ക്യാബിനറ്റ് മിഷൻ, ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, മൗണ്ട് ബാറ്റൻ പ്ലാൻ. ആൻസർ എ ആണ്, അതായത് ഒന്നാമത്തെ ക്യാബിനറ്റ് മിഷൻ എന്നുള്ളത്
1946. ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ് എന്നുള്ളത് എന്താണ് 1940. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നുള്ളത് 1942. മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നുള്ളത് 1947. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വിഭാഗത്തിലെ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതുപോലെ ബി വിഭാഗം പൂരിപ്പിക്കുക. നാനാ സാഹിബ് കാൺപൂർ, ഷാമൽ എന്താണെന്ന്. ആൻസർ സി ആണ്, ബറൌട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. ആൻസർ എ ആണ്, ആനി ബസന്റ്. ഇതിന്റെ ഇംഗ്ലീഷും മലയാളവും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.